BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബ്രഹ്മപുരത്ത് കെട്ടിക്കിടക്കുന്നത് 8.40 ലക്ഷം ടൺ ഖരമാലിന്യമെന്ന് NIT കാലിക്കറ്റിന്റെ സർവേ റിപ്പോർട്ട്. ഇതോടെ ബ്രഹ്മപുരത്ത് ബയോമൈനിംഗ് നടത്താൻ കണക്കാക്കിയിരുന്ന ചെലവ് ഇനിയും ഉയരും. പൂനെ കേന്ദ്രമായ ഭൂമി ഗ്രീൻ എനർജി നിലവിൽ ബ്രഹ്മപുരത്ത് ബയോമൈനിംഗ് നടത്തുന്നുണ്ട്. 2025 മെയ്യിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബയോമൈനിംഗ് നടത്താൻ ടണ്ണിന് 1690 രൂപയാണ് നിരക്ക്. 7 ലക്ഷം ടൺ മാലിന്യമുണ്ടാകുമെന്നാണ് നേരത്തെ കണക്കാക്കിയിരുന്നത്. ഇതനുസരിച്ച് 118.30 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ പരിശോധനയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന്റെ അളവ് 8.40 ലക്ഷം ടണ്ണായി ഉയർന്നതോടെ ബയോമൈനിംഗ് ചെലവ് 141.96 കോടി രൂപയായി ഉയരും. ഇതോടെ 24 കോടി രൂപ കൂടി കോർപ്പറേഷന് അധികം കണ്ടെത്തേണ്ടി വരും. ബയോമൈനിംഗ് നടത്താനുള്ള ചെലവിന്റെ ഒരു പങ്ക് ശുചിത്വ മിഷനാണ് വഹിക്കുന്നത്. 2023-24 വർഷം ബയോമൈനിംഗ് ആവശ്യങ്ങൾക്കായി ശുചിത്വ മിഷൻ 15 കോടി രൂപ അനുവദിച്ചിരുന്നു. സർവേയിൽ അളവ് കൂടിയ സാഹചര്യത്തിൽ അധികരിച്ച അളവിന് ആനുപാതികമായി ശുചിത്വ മിഷൻ തുക പങ്കിടണമെന്നും കോർപ്പറേഷൻ ആവശ്യപ്പെടും. ഇന്ന് ചേരുന്ന കൗൺസിൽ യോഗം ഇക്കാര്യം പരിഗണിക്കും. യാത്രക്കാരുടെ നടുവൊടിക്കും കുഴികളുമായി പൊട്ടിപ്പൊളിഞ്ഞ തിരുവാങ്കുളം ചോറ്റാനിക്കര മുളുന്തുരുത്തി റോഡ്. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്കുള്ള പ്രധാന റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. റോഡിൽ പലയിടത്തും ടാറിംഗ് പാളികളായി പൊളിഞ്ഞും വലുതും ചെറുതുമായ ഒട്ടേറെ കുഴികളാണ് രൂപപ്പെട്ടത്. തിരുവാങ്കുളം മുതൽ മുളന്തുരുത്തി വരെയുള്ള 6 കിലോമീറ്റർ ദൂരത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ ടാറിംഗ് പൊളിഞ്ഞിട്ടുണ്ട്. റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട്. രാത്രി യാത്രികരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും. നാട്ടുകാർ കുഴികളിൽ കല്ലും മണ്ണും ഇട്ട് മൂടുന്നതാണ് യാത്രക്കാർക്ക് ഏക ആശ്വാസം. എരുവേലി, ചോറ്റാനിക്കര, കോട്ടയത്തുപാറ തുടങ്ങിയ പ്രധാന ജംഗ്ഷനുകളിലടക്കം റോഡ് തകർന്നു കിടക്കുകയാണ്. ശബരിമല പാക്കേജിൽപ്പെടുത്തി BMBC നിലവാരത്തിൽ ടാർ ചെയ്ത റോഡാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ഭാഗത്ത് നിന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്നവരും തീർത്ഥാടകരും അടക്കം ഒട്ടേറെ പേർ ആശ്രയിക്കുന്ന പ്രധാന റോഡായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. റോഡ് പൂർണ്ണമായും തകരുന്നതിന് മുൻപ് അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തി യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. നഗരസഭ നടപ്പിലാക്കിയ സൗന്ദര്യവൽക്കരണം നഗരസഭ ഓഫീസിന് മുന്നിലെ പാർക്കിംഗ് സൗകര്യം നഷ്ടമാക്കി. നഗരസഭ ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവർ ഇരുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഇടം നഷ്ടമാക്കി. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ടയറുകളിൽ പെയിന്റ് അടിച്ചും മണ്ണ് നിറച്ചും ചെടികൾ നട്ടുവെച്ചിരിക്കുകയാണ്. ഏലൂർ നഗരസഭ ഓഫീസിന്റെ അങ്കണത്തിൽ ജീവനക്കാരുടെ വാഹനങ്ങൾ നിറഞ്ഞതിനാലും പൂച്ചട്ടികൾ സ്ഥാപിച്ചതിനാലും പുറമെ നിന്ന് വിവിധ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ ഇടമില്ല. വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്ത ശേഷമാണ് ഓഫീസിൽ പ്രവേശിക്കുന്നത്. ഇത് അപകടത്തിനും മറ്റു വാഹന ഡ്രൈവർമാരുടെ ശകാരം കേൾക്കുന്നതിനും ഇടയാക്കുന്നു. പെരിയാറിലും കൈവഴിയായ മുട്ടാർപുഴയിലും വെള്ളപ്പൊക്കത്തിനു ശേഷം ജലനിരപ്പ് താഴ്ന്നപ്പോൾ റെഗുലേറ്റർ ബ്രിഡ്ജുകളുടെ ഷട്ടറുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. പാലങ്ങളുടെ തൂണുകളിൽ പുൽക്കെട്ടുകളും മരത്തടികളും തടഞ്ഞുകിടക്കുന്നതിനാൽ പല ഷട്ടറുകളും താഴ്ത്താൻ കഴിയുന്നില്ല. മുങ്ങൽ വിദഗ്ധരുടെയും ഫയർഫോഴ്സിന്റെയും സേവനം ഉപയോഗപ്പെടുത്തി പുൽക്കൂട്ടം നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇറിഗേഷൻ വകുപ്പ് ആരംഭിച്ചു. മഞ്ഞുമ്മൽ ബ്രിഡ്ജിലെ ഷട്ടറുകളിലെ പുൽക്കൂട്ടം 3 ദിവസമെടുത്താണ് നീക്കം ചെയ്തത്. കേരയിൽ സിൽവർ ലൈൻ പദ്ധതി പിൻവലിക്കണമെന്നും പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ വീണ്ടും നടത്തുന്ന നീക്കങ്ങൾക്ക് അംഗീകാരം നൽകരുതെന്നും ആവശ്യപ്പെട്ട് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് ഭീമ ഹർജി സമർപ്പിക്കും. പദ്ധതി പ്രദേശത്ത് 25,000 കുടുംബങ്ങൾ ഒപ്പിട്ടതാണ് ഭീമ ഹർജി. ജനകീയ സമിതി നേതാക്കളായ ജോസഫ് M. പുതുശ്ശേരി, MP ബാബുരാജ്, വിനു കുര്യാക്കോസ്, ശിവദാസ് മഠത്തിൽ എന്നിവരാണ് കേരളത്തിൽ നിന്നുള്ള MPമാരോടൊപ്പം കേന്ദ്രമന്ത്രിയെ കാണുക. ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഒരു ഘട്ടത്തിൽ പിന്മാറിയ സർക്കാർ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടിയേറ്റിട്ടും വീണ്ടും കേരളത്തിന്റെ മുഖ്യ ആവശ്യമായി ഇത് ആവർത്തിച്ചുന്നയിക്കുന്ന സാഹചര്യത്തിലാണ് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കേന്ദ്ര സർക്കാരിന് ഭീമ ഹർജി നൽകാൻ തീരുമാനിച്ചത്. ക്ഷീരകർഷകർക്ക് പൂർണ്ണമായും പലിശരഹിത വായ്പ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. പൊത്താനിക്കോട് മൃഗാശുപത്രിയുടെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ദേശീയ ജന്തുരോഗ പദ്ധതിയുടെ ഭാഗമായ
കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് 5ാം ഘട്ടവും ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ടം സംസ്ഥാനതല ഉദ്ഘാടനവും പോത്താനിക്കാട് ഫാമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കടുത്ത വേനലും മഴയുമായി മാറിവരുന്ന കാലാവസ്ഥാ വ്യതിയാനം കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന സാഹചര്യത്തിൽ ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പക്ഷിപ്പനി ബാധിച്ച ജില്ലകളിൽ 6 കോടി രൂപ നൽകി. ബാക്കിയുള്ളത് ഉടൻ നൽകും. കേരളത്തിലെ എല്ലാ ബ്ലോക്കിലും വെറ്റിനറി ആംബുലൻസ് സേവനം ഉടൻ ലഭ്യമാക്കും. 3 വർഷത്തിനിടെ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷൂർ ചെയ്യുന്ന സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ക്ഷീര കർഷകർക്കായി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ക്ഷീരോത്പാദനം പരമാവധി വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനാവശ്യമായ സമഗ്ര പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിഹാരികയുടെ സഹായം. പോത്താനിക്കാട് വെറ്റിനറി ഡിസ്പെൻസറി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി 5ാം ഘട്ടം, ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പ് 2ാം ഘട്ടം എന്നിവയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിക്കാനെത്തിയ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിക്കാണ് നിഹാരിക തന്റെ കുഞ്ഞു സമ്പാദ്യം കൈമാറിയത്. പോത്താനിക്കാട് കല്ലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിലെ UKG വിദ്യാർത്ഥിനിയായ നിഹാരിക അമൽജിൻ തന്റെ 2 വർഷത്തെ കുടുക്ക സമ്പാദ്യമായ 2488 രൂപയുടെ നാണയത്തുട്ടുകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. അമൽജിനാണ് നിഹാരികയുടെ അച്ഛൻ. അമ്മ അഞ്ജിത. പോത്താനിക്കോട് ഫാമേഴ്സ് ബാങ്ക് ഓഡിറ്റോറിയത്തിലെ വേദിയിലാണ് സഹായം മന്ത്രി ഏറ്റുവാങ്ങിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.